മുഖ്യദൂതനായ മീഖായേൽ ആരാണ്? ബൈബിളിലെ 2 വാക്യങ്ങളിൽ മാത്രമാണ് ദൈവദൂതന്മാരുടെ തലവൻ എന്നർത്ഥമുള്ള മുഖ്യദൂതൻ എന്ന പദം കാണുന്നത്. ഈ 2 സന്ദർഭങ്ങളിലും ആ പദം ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ആ പദവിനാമം വഹിക്കുന്ന ഒരു ദൂതനെയുള്ളൂ എന്നാണ്. 1 തെസ്സലോനിക്കർ 4:16 ഇങ്ങനെ വായിക്കുന്നു: കാരണം അധികാരസ്വരത്തിലുള്ള ആഹ്വാനത്തോടും മുഖ്യദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിനോടുള്ള യോജിപ്പിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നു. അതെ, പുനരുത്ഥാനപ്പെട്ട കർത്താവായ യേശു അധികാരസ്വരത്തിലുള്ള ആഹ്വാനത്തോടും മുഖ്യദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായി പറയുന്നു. കൂടാതെ വെളിപാട് 12:7 ദൂതസൈന്യത്തിന് ആജ്ഞകൾ നൽകുന്ന മീഖായേലും മീഖായേലിന്റെ ദൂതന്മാരും ആ ഭീകര സർപ്പമായ സാത്താനോട് പോരാടി എന്ന് പറയുന്നുണ്ട്. ഇവിടെ വ്യക്തമായി പറയുന്നു, മീഖായേലും മീഖായേലിന്റെ ദൂതന്മാരും ആ ഭീകര സർപ്പമായ സാത്താനോട് പോരാടിയെന്ന്. മീഖായേലിന് ആത്മമണ്ഡലത്തിൽ വലിയ അധികാരമുണ്ട്. അതുകൊണ്ടാണ് പ്രധാന പ്രഭുക്കന്മാരിൽ ഒരാളെന്നും മഹാപ്രഭു എന്നും അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. കൂടാതെ ദൂതസൈന്യത്തിന്മേൽ അധികാരമുള്ള ആളുടെ മറ്റൊരു പേരും കൂടെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു തന്റെ ശക്തരായ ദൂതന്മാരോടൊപ്പം സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ വെളിപ്പെടുമ്പോൾ അവൻ പ്രതികാരം ചെയ്യും എന്നത് വിശദീകരിക്കുന്നു. 2 തെസ്സലോനിക്കർ 1:7-8. തുടർന്ന് മറ്റൊരു വാക്യം സ്വർഗത്തിലേക്ക് പോയ യേശുവിന് ദൂതന്മാരെയും അധികാരങ്ങളെയും ശക്തികളെയും കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 1 പത്രോസ് 3:22. അങ്ങനെയെങ്കിൽ വിശുദ്ധ ദൂതഗണത്തിന് ആജ്ഞകൾ നൽകാൻ ഒരേ സമയം ദൈവം യേശുവിനെയും മീഖായേലിനെയും നിയമിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് ന്യായയുക്തമായിരിക്കില്ല. നേരെ മറിച്ച് യേശുവും മീഖായേലും ഒരേ വ്യക്തിയെ തന്നെ കുറിക്കുന്നു എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ന്യായം. നിങ്ങൾക്കെന്ത് തോന്നുന്നു? തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.